ബിഗ് ബോസ് കാണുന്നതിനൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപയുടെ ലെനോവോയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. വൈൽഡ് കാർഡായി വന്നവരുടെ കണ്ടസ്റ്റന്റിനെ കുറിച്ചുള്ള വിലയിരുത്തലുകളാണ് ലൈവിൽ കഴിഞ്ഞത്. എല്ലാവരും വളരെ വിശദമായി എല്ലാവരെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏറ്റവും മികച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ആൻസർ മാത്രമേ ഉള്ളൂ, അഭിഷേക് ശ്രീകുമാർ. അഭിഷേക് ശ്രീകുമാറിൻ്റെ പ്രൊഫൈൽ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം സ്ഥിരം ചാനൽ കാണുന്നവർക്കറിയാം. നോർമലി എൻ്റെ പ്രഡിക്ഷൻസ് ഒന്നും തെറ്റാറില്ല. അതായത് പലരും പറഞ്ഞു ഇപ്പോൾ എല്ലാവരും കയറി ജാബ്രി കോംബോയെ എറിഞ്ഞുടയ്ക്കും തച്ചുടയ്ക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും മറ്റ് പലരും തങ്ങൾക്കിത് ഹരം എന്നുള്ള രീതിയിലാണ് പോയത്. സായി കൃഷ്ണ ഉൾപ്പെടെയുള്ളവർ നിശിതമായി പുറത്തു വെച്ച് ഗബ്രി അല്ലെങ്കിൽ ജബ്രി കോംബോയെ വിമർശിച്ച വ്യക്തിയാണ്. എന്നാൽ അവർ ഇന്ന് തലോടുന്ന രീതിയിലുള്ള സംഭാഷണമാണ് സായിൽ നിന്നുണ്ടായെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. മറ്റാരും അത്ര കണ്ട് ഇവരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചില്ല. എന്നാൽ അഭിഷേകിൻ്റെ ഒരു നിലപാട് വളരെ വ്യക്തമായ രീതിയിൽ പോയിന്റുകൾ നിരത്തി വ്യക്തമായും ശക്തമായും സ്പോണ്ടേനിയസ് ആയിട്ടും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അഭിഷേക് ശ്രീകുമാറിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഈ സീസണിൽ ഞാൻ നേരത്തെ പറയുന്നു, ഒരു 50 ദിവസം അല്ലെങ്കിൽ 60 ദിവസം കഴിയുമ്പോൾ തീർച്ചയായും അഭിഷേക് ശ്രീകുമാർ വേഴ്സസ് മറ്റ് കണ്ടസ്റ്റൻറ്റുകൾ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടിപ്പിക്കൽ മലയാളി ഇഷ്ടപ്പെടുന്ന ഒരു ബിഗ് ബോസ് താരമാകാനുള്ള എല്ലാ കേപ്പബിലിറ്റിയും ഉള്ള നിലവിലൊരു കണ്ടസ്റ്റൻറ്റ് നമ്മുടെ അഭിഷേക് ശ്രീകുമാർ തന്നെയാണ്. മറ്റുള്ള ഗെയിമൊക്കെ അദ്ദേഹം എങ്ങനെ കളിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ നിലവിൽ മലയാളം ബിഗ് ബോസിൽ ഒരു രാജാവാകാൻ ശേഷിയുള്ള തരത്തിലുള്ള എല്ലാ കേപ്പബിലിറ്റീസും ഞാൻ അഭിഷേകിൽ കാണുന്നുണ്ട്. മറ്റുള്ളവർ മോശമാണെന്നല്ല, അഭിഷേക്, ജയദീപും നന്ദനയും ഒക്കെ നന്നായി ബിഹേവ് ചെയ്യുന്നുണ്ട്. സായിയുടെ കാര്യം, സായി വളരെ തന്ത്രപൂർവ്വം കളിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് ഗബ്രിയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല, എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എനിവേ എന്തെങ്കിലും തന്ത്രം അദ്ദേഹത്തിന് ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ തന്ത്രം എത്രത്തോളം വിജയിക്കുമെന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതോ ഇനി നേരിട്ട് ജാസ്മിനെയും ഗബ്രിയെയും നിശ്ചിതമായി വിമർശിക്കാനുള്ള ഒരു ഭയം അദ്ദേഹത്തിനുണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്നാൽ നിലവിൽ അത്തരം ഭയങ്ങളൊന്നുമില്ലാത്ത ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അഭിഷേക് ശ്രീകുമാർ എന്ന് 100% നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഒരുപക്ഷെ ടോക്സിക് മസ്കുലാനിറ്റി എന്നുള്ള ടിപ്പിക്കൽ വിളിപ്പേരൊക്കെ ഒരുപക്ഷെ ഉണ്ടായേക്കാം. എനിവേ ഫിസിക്കൽ അസൾട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അബദ്ധങ്ങൾ കാണിച്ച് പുറത്തു പോവാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായും എല്ലാ കണ്ടസ്റ്റൻറ്റുകൾക്കും, അതായത് നിലവിലിപ്പോൾ ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്തു, അവർക്കൊക്കെ ഏറ്റവും വലിയ എതിരാളികളില്ലാത്ത പോരാളിയായി മാറുന്നത് അഭിഷേക് തന്നെയായിരിക്കും. സംശയമില്ലാത്ത കാര്യമാണ്. വെയിറ്റ് ആൻഡ് സീ. എൻ്റെ ഒരു നിഗമനം ശരിയാവുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ഫയറിംഗ് ഒക്കെ മാറ്റി നിർത്തിയിട്ട് മുൻപോട്ട് അങ്ങോട്ട് പോകുമ്പോൾ തീർച്ചയായും അഭിഷേക് ശ്രീകുമാർ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ ഹൗസ്മേറ്റ്സുമായിട്ട് വലിയ ചങ്ങാത്തത്തിൽ ഏർപ്പെടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എന്നാൽ അഭിഷേക് ശ്രീകുമാർ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനാണ് ഏറ്റവും വലിയ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഒരുപക്ഷെ അഭിഷേകിനെ പോലെയുള്ളൊരു പ്ലെയർ തന്നെയായിരുന്നു ഇവിടെ വരേണ്ടിയിരുന്നത്. കാരണം അഭിഷേകിന് നമുക്കൊരു നെഗറ്റീവായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പരാമർശം ഒന്നും ഉണ്ടായിട്ടില്ല. ജാസ്മിൻ തൻ്റെ ഗെയിമിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ എന്തെങ്കിലും തരത്തിലുള്ള ഗെയിം ഇവിടെ കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് വളരെ വ്യക്തമായി ജാസ്മിനോട് പറയുന്നതിൽ യാതൊരു മടിയും അഭിഷേക് കാണിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. എക്സാക്ട്ലി ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ യാതൊരു മോമൂടിയുമില്ലാത്ത, അതായത് പുറത്ത് ജനങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് അത് അതേ രീതിയിൽ കണ്ടസ്റ്റൻറ്റുകളിലേക്ക് എത്തിക്കാൻ സാധിച്ച വ്യക്തി ഇന്ന് അഭിഷേക് ശ്രീകുമാർ തന്നെയാണ്. തീർച്ചയായും സായി ഉൾപ്പെടെയുള്ളവർ പ്രതീക്ഷയ്ക്കൊത്ത് ഇനി ഉയരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ഈ കോംബോ നല്ലതല്ല എന്ന് പറയാൻ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ ഉടനീളം ഏറ്റവും മോശമായ കമൻറ്റുകൾ വരുന്നത് ഈ ജാസ്മിൻ ഗബ്രി കോംബോയെക്കുറിച്ചാണ്. ഇവിടെ ഒരുപക്ഷെ എല്ലാവരും ഭയക്കുന്ന ഒരു കാര്യം, ഇവരുടെ ഈ പേക്കൂത്തുകളാണെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും ഒരു സദാചാരവാദിയാകും അല്ലെങ്കിൽ ഒരു പൗരാണിക അമ്മാവനായി മുദ്ര കുത്തപ്പെടും എന്നൊക്കെയുള്ള ഭയമാണ്. ആക്ച്വലി അത്തരം ഭയങ്ങളുടെ ആവശ്യമില്ല. ഇവിടെ ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഒരു കാമുകന്മാരാണെങ്കിൽ തീർച്ചയായും അവരിനി അവിടെ എന്തൊക്കെ പേക്കൂത്തുകൾ കാണിച്ചാൽ പോലും മോശമാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ ബെസ്റ്റിയായി തുടരുന്ന 2 പേർ കാണിക്കുന്ന പേക്കൂത്തുകളാണെന്ന് പറയാനുള്ള ധൈര്യം പലർക്കുമില്ല. ഓരോ റിലേഷൻസിനും അതിൻ്റേതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. അതായത് പെണ്ണ് കിട്ടിയില്ല എന്ന് കരുതി ആരും പെങ്ങളെ കിട്ടാറില്ല. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ആ ഫ്രണ്ട്ഷിപ്പിനിടയിൽ ഈ പറയുന്ന കടിയും നക്കലും ഉമ്മവക്കലും ഒക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമ്മുടെ യുവതലമുറ ഇത് കാണുന്ന ഫ്രണ്ട്സായിട്ടിരിക്കുന്നവർക്കും ഒരു തെറ്റായ സന്ദേശം തന്നെയാണ് കൊടുക്കുന്നത്. സോ അത് തുറന്നു പറയാൻ യാതൊരു രീതിയിലും മടിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് തുറന്നു പറയുന്നവർക്ക് തീർച്ചയായും വലിയ സ്വീകാര്യത തന്നെ ലഭിക്കും. സോ അത്തരം കാര്യങ്ങളിൽ യാതൊരു മടിയുമില്ലാതെ അഭിഷേക് ശ്രീകുമാർ അത് തുറന്നു പറയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റുള്ളവർ ഒരുപക്ഷെ സായി ഉൾപ്പെടെയുള്ളവർ ഇത് തങ്ങൾക്ക് ഹരമാണെന്ന് ഉള്ള നിലപാടിൽ പോവുകയാണെങ്കിൽ തീർച്ചയായും വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.